ഒരു മുമ്പേ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അലീന ആ വീട്ടിൽ നിന്നും പോയിട്ടും വൈജയന്തി അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ ഇതിനൊരു തീരുമാനം എടുക്കണം എന്ന് കരുതുകയാണ്. അങ്ങനെ വൈജയന്തിയോടും വൈജയന്തിയുടെ ആങ്ങളമാരോടും കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരാൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ വൈജയന്തിയും ഗംഗാധരം മേനോനും അതുപോലെ ശിവശങ്കറും എല്ലാവരും കൂടെ കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, നീ കാരണം ഇന്ന് അലീന ഈ വീട്ടിൽ നിന്നും പോയിട്ടുണ്ട്, എന്നിട്ടും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ നിനക്കെന്താ ഒരു നാണവുമില്ലേ എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, എന്തിന് ബാലചന്ദ്രൻ അവൾക്ക് 16 ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്തു? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഒരുപാട് വേലക്കാരികൾ നിന്നിട്ടുണ്ട്, അവർക്ക് പോലും ശമ്പളത്തിൽ നിന്നും 1 രൂപ പോലും കൂടുതൽ നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് അവൾക്ക് 16 ലക്ഷം രൂപയുടെ സ്വർണവും 10,000 രൂപയുടെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം ബാലചന്ദ്രൻ വാങ്ങിച്ചു കൊടുത്തത് എന്നതാണ് എനിക്കറിയേണ്ടത് എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി വൈജയന്തിയോട് പറയുകയാണ്, എനിക്ക് യാതൊരു ബന്ധവുമില്ല, പക്ഷേ നീയാണ് അത് അവൾക്ക് കൊടുക്കേണ്ടത് എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി ചോദിക്കും, ഞാനെന്തിനാ നശിച്ചവൾക്ക് കൊടുക്കേണ്ട ആവശ്യം? ഞാനും അവളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, നിൻ്റെ ആങ്ങളമാരോട് ചോദിക്കുക, അവളും നീയും എന്താണ് ബന്ധമെന്ന് അവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാമെന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, എന്താണ് ബാലചന്ദ്രൻ ഒരു വ്യക്തതയുമില്ലാതെ പറയുന്നത്? അവരും അവളുടെ സൈഡാണല്ലോ, അപ്പോൾ അതൊക്കെ തന്നെ പറയുള്ളൂ, എല്ലാവരും കണക്കാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് ഗംഗാധരം മേനോൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട, നമുക്ക് പറഞ്ഞു തീർക്കാം എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എങ്ങോട്ടേക്ക് പറഞ്ഞു തീർക്കാമെന്ന്? അവൾ പോകാനുള്ള ഒരേ ഒരു കാരണം ഈ നിൽക്കുന്ന നിങ്ങളുടെ പെങ്ങളാണ്. എന്നിട്ട് ആ പെൺകുട്ടി ഈ വീട്ടിൽ നിന്നും പോയിട്ടും അവൾക്കൊരു സമാധാനവും കൊടുക്കാതെ അവളെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? എനിക്കത് കേട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി വൈജയന്തി പറയുന്നുണ്ട്, ആ നശിച്ചവളെക്കുറിച്ച് നല്ലത് മാത്രമേ അല്ലേ ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് വീഴുള്ളൂ? ഈ വീട്ടിൽ എല്ലാ കലഹങ്ങൾക്കും കാരണം ആ പിഴച്ചവളാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ വൈജയന്തിയെ അടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയുകയാണ്, നീ 23 വർഷങ്ങൾക്ക് മുമ്പ് നീ ആന്ധ്രയിൽ എന്തെല്ലാം കാണിച്ചിരുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നീ നിൽക്കരുത് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വൈജയന്തി ഇങ്ങനെ നെട്ടിത്തരിച്ച് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, എന്താടി നിനക്കൊന്നും മറുപടിയില്ലേ ചോദിക്കുകയാണ്. എനിക്കറിയാം നിൻ്റെ 23 വർഷങ്ങൾക്ക് മുമ്പ് നീ ആന്ധ്രയിൽ ചെയ്തിരുന്ന എല്ലാ കാര്യവും. ഒരു സ്റ്റാലിൻ ജോസഫിനെ നിനക്കറിയാമോ ചോദിക്കുകയാണ്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല താഴ്ത്തിക്കൊണ്ട് വൈജയന്തി നിൽക്കും. എന്താ നിനക്ക് മറുപടി ഇല്ലേ ചോദിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നില്ലേ ചോദിക്കുകയാണ്. അപ്പോഴും വൈജയന്തി ഒന്നും മിണ്ടില്ല. നിനക്കും നിൻ്റെ ആങ്ങളമാർക്കും ഒരു മറുപടി ഉണ്ടാവില്ല, കാരണം എല്ലാ തെറ്റുകളും നിങ്ങളുടെ അടുത്താണല്ലോ. എന്നെ നിങ്ങളെല്ലാവരും കൂടെ ചതിക്കുകയായിരുന്നില്ലേ? ഞാൻ വെറും ഒരു പൊട്ടൻ അതായിരുന്നു എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. ഇത് കേൾക്കുന്ന വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. ഇനി നീ എങ്ങാനും വായ തുറന്നാലേ ഞാൻ പലതും ഇവിടെ വിളിച്ചു പറയും, നീ നിൽക്കുന്ന സ്ഥലത്ത് ഉരുകിപ്പോകും എന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.